ഹായ്, ഞാൻ ആശ മാഡത്തിൻ്റെ ഏപ്രിൽ ബാച്ച് സ്റ്റുഡൻ്റാണ്. എനിക്ക് ഈ ക്ലാസ്സിലൂടെ നല്ല നല്ല സക്സസ് കിട്ടിയിട്ടുണ്ട്. അത് മാമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതിൽ വന്നിട്ട് കിട്ടിയത് കോൺഫിഡൻസാണ്. കോൺഫിഡൻസ് എനിക്ക് നോർമലി സ്റ്റേജ് ഫിയറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനങ്ങനെ അത്യാവശ്യം ആൾക്കാരോട് സംസാരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെയാണ്. പക്ഷേ എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം എൻ്റെ കോൺഫിഡൻസ് എവിടെയാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണെന്നറിയില്ല, എന്നെ എന്തോ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ലൈസൻസൊക്കെ എടുത്തു, പക്ഷേ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴത്തേനും എന്തോ ഒരു പേടി. ഓടിച്ച് പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, പറ്റുന്നില്ല. എതിരെ വണ്ടി വരുമ്പോൾ പിന്നെ നമുക്ക് എടുക്കാനുള്ളൊരു ധൈര്യമേ കിട്ടുന്നില്ല. ഹസ്ബൻഡൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, പക്ഷേ വീട്ടിൽ നിന്നും എനിക്കെല്ലാം എൻ്റെ സഹോദരങ്ങളായിക്കോട്ടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. അപ്പം ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു ഇതെന്ന് പറയുന്നത്, ഡ്രൈവ് എനിക്ക് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരികയും അതുവഴി എനിക്ക് വണ്ടി എടുത്ത് ഓടിക്കാനും ഇപ്പം അത്യാവശ്യം നല്ല ദൂരം എനിക്ക് ഓടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അതെനിക്ക് കിട്ടിയ വലിയൊരു അച്ചീവ്മെൻറ്റാണ്. അപ്പം അതാണ് എനിക്ക് ഫസ്റ്റ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയൊരു കാര്യം എന്ന് പറയുന്നത്, മാമിൻ്റെ ക്ലാസ്സിലെ ഓരോ പ്രാക്ടീസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തപ്പോൾ കിട്ടിയൊരു കാര്യം എന്ന് പറയുന്നത്, മാം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്ക്രിപ്റ്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അച്ചീവ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ എഴുതിയൊരു കാര്യമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയത്. അതായത് ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത്. അത് ഞാൻ ശരിക്കും സ്ക്രിപ്റ്റിൽ എഴുതി വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വിഷ്വലൈസ് ചെയ്തിട്ട് ശരിക്കും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ ഉള്ളിൽ അത് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ നമ്മളത് കറക്റ്റ് ഞാൻ വിഷ്വലൈസ് ചെയ്തു. എനിക്കത് ആ മീറ്റിങ്ങിൽ എൻ്റെ മാനേജർ പ്രസൻറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. കഴിഞ്ഞ തേഴ്സ്ഡേ ആയിരുന്നു എനിക്ക് ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് കിട്ടിയത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം നമ്മൾക്ക് ആ ഒരു വിഷ്വലൈസേഷൻ്റെയൊക്കെ ഒരു പവർ എനിക്ക് മനസ്സിലാക്കി തന്നു അത്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ മണിയുടെ കാര്യം പറയുകയാണെങ്കിൽ മണി ബ്ലോക്കൊക്കെ കുറേ മാറി. പിന്നെ നമ്മൾ ചെക്ക് എഴുതി വെക്കുന്നുണ്ടായിരുന്നല്ലോ, ചെക്ക് എഴുതി വെക്കുമ്പം കുഞ്ഞു കുഞ്ഞു എമൗണ്ടുകളാണ് ഞാൻ എഴുതിയത്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് പല രീതിയിലും പല ആൾക്കാരിലൂടെയും എൻ്റെ ബിസിനസ്സിലൂടെയൊക്കെ എനിക്ക് ആ ഒരു അച്ചീവ്മെൻറ്റുകൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പം ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയൊരു വലിയൊരു അച്ചീവ്മെൻറ്റുകളാണ്. അപ്പം തുടർന്നും ഈ ക്ലാസ്സുകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. മാം ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനും പിന്നെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് തരുന്നതിനും. ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ലല്ലോ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്, അതാണ് വലിയൊരു കാര്യം. നമുക്ക് ആ ഒരു പ്രാക്ടീസ് കൺസിസ്റ്റൻസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മാം പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഒരു ദിവസത്തെ പ്ലാനിങ് ഉണ്ടാക്കി അന്നത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ എനിക്കിതിലൂടെ കിട്ടി. അപ്പം താങ്ക് യു സോ മച്ച് മാം. എല്ലാത്തിനും എൻ്റെ ലൈഫിൽ പല പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചതിന് മാം വലിയൊരു എന്താ പറയുക മെയിൻ ആൾ തന്നെയാണ്. അപ്പം താങ്ക് യു സോ മച്ച്.